إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يسألونك عن الأنفال قل الأنفال لله والرسول فاتقوا الله وأصلحوا ذات بينكم وأطيعوا الله ورسوله إن كنتم مؤمنين. ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മൾ ഇടപെടുന്ന ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ച് തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയും ശഅബാൻ മാസം പകുതിയോളം നമ്മിൽ നിന്ന് യാത്ര പറയുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ ചുറ്റുപാടുകളുമൊക്കെ റമളാനിനു വേണ്ടി പാകപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിലും സൂചിപ്പിച്ചത്. നന്മകൾ എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും? നന്മ ചെയ്യുന്നവർ തന്നെ 5 തരത്തിലുള്ള സമീപനങ്ങൾ കാണിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ശഅബാനിലാണ് നമ്മൾ ഉള്ളത്. എന്താണ് ശഅബാനിന്റെ ഒരു പ്രത്യേകത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു, ഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. നമ്മുടെ ജീവിതത്തിലെ ഒരു വർഷത്തെ അമലുകൾ മൊത്തം അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ എന്നാണ്. കഴിഞ്ഞ ശഅബാൻ മുതൽ ഈ ശഅബാൻ വരെയുള്ള സമയം നമ്മുടെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളും ഉയർത്തപ്പെടാൻ മാത്രം കുറ്റമറ്റതായിരുന്നോ എന്ന് പരിശോധിക്കേണ്ട മാസത്തിലാണ് നമ്മൾ ഉള്ളത്. വർഷത്തിലല്ലാതെ തന്നെ ഓരോ ആഴ്ചയിലും ഓരോ ദിവസവും നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുകയും പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, യതആഖബൂന ഫീകും മലായികത്തു ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. രാവിലെയും രാത്രിയുമായി മലായികത്തുകൾ നിങ്ങളിലേക്ക് മാറി വരുന്ന സന്ദർഭങ്ങളുണ്ട്. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്ർ.
ഒരു വിഭാഗം മലക്കുകൾ നിങ്ങളുടെ സ്വലാത്തുൽ ഫജ്റിന്റെ സമയത്ത് നമസ്കാരത്തിൽ പങ്കെടുത്ത് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നു. മറ്റൊരു വിഭാഗം അസറിന്റെ സമയത്തുമാണ് വരികയും തിരിച്ചു പോവുകയും ചെയ്യുന്നത്. അസറിന്റെ ജമാഅത്തിലും ഫജ്റിന്റെ ജമാഅത്തിലുമാണ് ഓരോ ദിവസവും അള്ളാഹുവിലേക്ക് നമ്മുടെ വിവരങ്ങൾ മലായിക്കത്തുകൾ കൈമാറുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സമയങ്ങളിൽ സുമ്മയഅർജുല്ലദീന യൗതൂഫീക്കും അവരിലേക്ക് കടന്നു വരികയും അവരിൽ നിന്ന് കയറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടുമ്പോ മലായിക്കത്തുകളോട് ചോദിക്കുമെന്നാണ്, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ചു പോന്നത്? നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ അടിമകൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുമെന്നാണ്. അപ്പോൾ അവർ പറയും, സുബഹി നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് സാക്ഷ്യം വഹിച്ച മലായിക്കത്തുകൾ നമസ്കാരത്തിലായിരുന്നു എന്ന് പറയും. അസർ ജമാഅത്തിൽ പങ്കെടുത്ത് നമസ്കാരത്തിലായ ആളുകളെ കുറിച്ച് അവർ നമസ്കാരത്തിലാണ് എന്ന് പറയും. ഫയഖൂലൂന തറക്നാഹും വഹും യുസല്ലൂൻ, അവർ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് പടച്ചോനെ എന്ന് നമ്മളെപ്പറ്റി പറയുമെന്നാണ്. വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ വരുമ്പോഴും പോകുമ്പോഴുമൊക്കെ അവർ നമസ്കാരത്തിലായിരുന്നു എന്ന് മറുപടി പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ നിലയ്ക്ക് നമ്മുടെ അമലുകൾ എത്രമാത്രം നന്നാക്കാനും ദീനിയായ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. മറ്റൊരിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഅറദുൽ അഅമാലു യൗമുൽ ഇസ്നൈനി വൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മുടെ കർമ്മങ്ങൾ, അമലുകൾ അല്ലാഹുവിങ്കൽ പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ്. നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ കർമ്മങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരാഴ്ചയിൽ തന്നെ 2 സമയങ്ങളിലായി അള്ളാഹുവിങ്കൽ അത് പരിശോധിക്കപ്പെടുകയും പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. അള്ളാഹുവിങ്കൽ പ്രദർശിപ്പിക്കപ്പെടാൻ മാത്രമുള്ള നല്ല അമലുകളാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. അതല്ലെങ്കിൽ പല അമലുകളും അള്ളാഹുവിലേക്ക് പ്രദർശിക്കപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ, ഇവിടെ നിന്ന് ഉയർന്നു പോകാൻ പറ്റാത്ത രൂപത്തിലുള്ള അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള അമലുകളാണോ നമ്മൾ ബാക്കിയുള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കുക. ശഅബാനിൽ നിൽക്കുമ്പോ കർമ്മങ്ങൾ കൊണ്ട് സജീവമാകേണ്ട ഒരു സന്ദർഭമാണ് ശഅബാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും സഹാബത്തും ബദർ യുദ്ധം കഴിഞ്ഞു വന്നു. ഒരുപാട് ഗനീമത്ത്, യുദ്ധമുതലുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് അവർക്കിടയിൽ തുല്യമായി വീതിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്നു. ആ വിഷയത്തിൽ അള്ളാഹു അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഫത്തഖുല്ലാഹ്, ഈ സ്വത്ത് നിങ്ങളുടേതല്ല, നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയതല്ല. ഈ യുദ്ധത്തിൽ പങ്കെടുത്തതുകൊണ്ട് പലരും വിട്ടേച്ചു പോയ സമ്പത്താണ് ഈ ബാക്കിയുള്ളത്. അതവർക്കിടയിൽ അങ്ങനെ കൃത്യമായി വിഭജിച്ച് വീതിക്കാനാണ് അള്ളാഹു കൽപ്പിച്ചത്. ഫത്തഖുല്ലാഹ്, നിങ്ങൾ ആ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നേരിട്ട് നമ്മുടേതല്ലാത്ത ഒരു മുതൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലാണ് അള്ളാഹു തആല ഈ കാര്യം പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, വാസ്ലിഹൂ ദാത ബൈനിക്കും, നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളെയും നിങ്ങൾ നന്നാക്കിയെടുക്കുക. ഒരു മുതലിന്റെ പേരിൽ ഒരു കശപിശ ഉണ്ടാകരുത്, അതിന്റെ പേരിൽ ഒരു വർത്തമാനം പറച്ചിലുണ്ടാകരുത്, നിങ്ങൾക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാകരുത്, അഭിപ്രായ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. എന്നിട്ട് നിങ്ങൾ രഞ്ജിപ്പിലൂടെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കിടയിൽ ഇസ്ലാഹ് നടത്തി കാര്യങ്ങൾ നിർവഹിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ശേഷം പറഞ്ഞു, വാതിയുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വറസൂലഹു, അവിടുത്തെ തിരുദൂതരെയും അനുസരിക്കണം, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങളുടെ മനസ്സിൽ ഈമാനുണ്ട് എങ്കിൽ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ നിങ്ങൾ ആളുകൾക്കിടയിൽ നല്ല നിലക്ക് വർത്തിക്കണം. ആളുകൾക്കിടയിൽ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഭിന്നിപ്പുകളോ മറ്റുള്ള പ്രശ്നങ്ങളോ ഉണ്ടാക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ, ഒരു ഗനീമത്ത് സ്വത്ത് ഓഹരി വെക്കുന്ന ഇടത്ത് പോലും വളരെ ഗൗരവത്തിൽ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആലോചിച്ചു നോക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളാവട്ടെ, സാമൂഹ്യ ബന്ധങ്ങളാവട്ടെ, ഇടപാടുകളാവട്ടെ, കച്ചവട ബന്ധങ്ങളാവട്ടെ, കല്യാണ ബന്ധങ്ങളാവട്ടെ, ഇതിലൊക്കെ നമ്മൾ എത്രമാത്രം പരസ്പരം നന്നാക്കിയും നന്നായുമൊക്കെ പോകുന്നുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കുക. നന്നാവാനും പരസ്പര ബന്ധങ്ങളെയൊക്കെ നന്നാക്കാനും ഒക്കെയുള്ള അവസരമായി നമ്മൾ ഈ ശഅബാനിനെ പ്രിയപ്പെട്ടവരെ ഉപയോഗപ്പെടുത്തുക. റമദാൻ ആകുമ്പോഴേക്ക് നമ്മുടെ അമലുകളെ സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ധാരാളം അമലുകൾ ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ നമ്മുടെ
മനസ്സിനെയും ശരീരത്തെയും ഒക്കെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുക എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഈ മാസം കർമ്മങ്ങൾ ഉയർത്തപ്പെടാതെ പോകുന്ന മനുഷ്യർ ഉണ്ടാകുമെന്നാണ്. നമ്മൾ അതിലുണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. കർമ്മങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഉയർത്തപ്പെടാതെ പോകുന്നത്? അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടാതെ പോകും. നഷ്ടക്കാരാണവർ, നിർഭാഗ്യവാന്മാരാണവർ. അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കാൻ ഭാഗ്യമില്ലാത്തവരാണവർ. ചിലരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഈ ശഅബാനിൽ അവരുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമെന്ന് ബോധമില്ലാതെ നടക്കുന്നവരുണ്ട്. അതല്ല, കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എന്താണ് ചെയ്യുന്നത് എന്ന് ബോധമില്ലാതെ നടന്നു പോകുന്നവരുണ്ട്. നിയ്യത്തും ഇഖ്ലാസും നന്നാകാതെ എന്തൊക്കെയോ ജീവിതം ജീവിച്ച് തീർക്കുന്നവരുണ്ട്. അനാവശ്യങ്ങളിലും അതുപോലെ തന്നെ തോന്നിവാസങ്ങളിലും വൃത്തികേടുകളിലുമായി സമയം തള്ളി നീക്കുന്നവരുണ്ട്. അള്ളാഹുവിനെ വഞ്ചിക്കുന്ന മനുഷ്യരുണ്ട്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ശഅബാൻ നിങ്ങൾ അശ്രദ്ധയിൽ പെട്ടുപോകരുത്. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടാകണം. നിങ്ങളുടെ ഇബാദത്തുകൾ ശ്രദ്ധയുണ്ടാകണം. നിങ്ങളുടെ ബന്ധങ്ങൾ നന്നാക്കാനുള്ള അവസരമുണ്ടാകണം. കാര്യങ്ങൾ നന്നായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അശ്രദ്ധയിൽ പെട്ടുപോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ നമ്മൾ ഉണർത്തുന്നുണ്ട്. ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വറമളാൻ. റമളാനിനും റജബിനും ഇടയിലുള്ള മാസം എന്ന് പറയുന്നത് ശഅബാനിൽ ആളുകൾ പലപ്പോഴും അശ്രദ്ധയിൽ പെട്ടുപോകുന്ന മാസമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരിടത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാനിലെ രാത്രിയുടെ പകുതിയിൽ അല്ലാഹു നമ്മിലേക്ക് ഇറങ്ങി വരും. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാജിനിൻ. അല്ലാഹു തആല മനുഷ്യർക്കൊക്കെ പുറത്തു കൊടുക്കും. അവരുടെ തൗബ സ്വീകരിക്കും. പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുക്കും. സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലമാക്കും. പക്ഷെ അതിന് ഈ രാത്രിയിൽ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന സമയമുണ്ടോ? ഖുർആൻ പാരായണം ചെയ്യുന്ന സമയമുണ്ടോ? അതുപോലെ തന്നെ തഹജ്ജുദോ ഖിയാമുൽ ലൈലോ നമസ്കരിക്കുന്ന സന്ദർഭങ്ങളുണ്ടോ? ഈ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവായിട്ടുള്ള ഒരു മുനാജാത്ത് നടത്തുന്ന സന്ദർഭത്തിൽ നമ്മൾ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. ഇവിടെ രണ്ടു കൂട്ടർക്കല്ലാതെ അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാർക്കാണ്? മുശ്രിക്കനാണ്. ശിർക്ക് ചെയ്യുന്നവർക്ക് അള്ളാഹു തആല പാപങ്ങൾ പുറത്തു കൊടുക്കുന്നില്ല. അവരുടെ അമലുകൾ സ്വീകരിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ തൗഹീദ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ശിർക്ക് കലരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. പലതരത്തിലുള്ള ശിർക്കിന്റെ കാര്യങ്ങൾ തൗഹീദാണ് എന്നും ഇസ്ലാമാണ് എന്നും ദീനാണ് എന്നും പുണ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന തരത്തിൽ ധാരാളം പ്രചരണങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഉണ്ട്. ഹക്കായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരാണ് മുശാജിൻ? രണ്ടാമത് പറഞ്ഞത് അവരെ പറ്റിയാണ്. ആരാണ് മുശാജിൻ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനസ്സിൽ അസൂയയുള്ളവരാണ് അവർ. മറ്റുള്ളവരെ കണ്ടൂടാ, മറ്റുള്ളവരോട് അസൂയ. ഓ നന്നാണ് കണ്ടൂടാ. ഓനെപ്പറ്റി, ഓന്റെ സ്വത്തിനെപ്പറ്റി, കുടുംബത്തെപ്പറ്റി, ജോലിയെപ്പറ്റി അങ്ങനെ ആലോചിച്ച് മനസ്സ് വിഷമിച്ച് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ പോകുന്ന അസൂയാലിക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഭാഗത്തെ പെടുത്തിയിട്ടുണ്ട് എന്നാണ്. മറ്റൊന്ന് റസൂൽ ചേർത്ത് പറഞ്ഞു, മനസ്സിൽ പകയും വെറുപ്പും വിദ്വേഷവും അകൽച്ചയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യരാണ് ഈ മുശാജിൻ എന്നാണ്. അവർക്ക് ശഅബാനിൽ അല്ലാഹു തആല ഈ ആകാശ ലോകത്തേക്ക് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവരുടെ ദുആക്ക് ഉത്തരമുണ്ടാവില്ല. അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല. അവർക്ക് ഇസ്തിഗ്ഫാർ ലഭിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പകയും വിദ്വേഷവും അകൽച്ചയും ഒക്കെ വെച്ച് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എത്ര ദൂരം നമ്മൾ സഞ്ചരിക്കും? എത്ര കാലം നമ്മൾ ഈ കിബറും കൊണ്ട്, പക കൊണ്ട്, അസൂയ കൊണ്ട്, അകൽച്ചയിൽ ബന്ധങ്ങൾ വിച്ഛേദിച്ച് മുഖം കറുപ്പിച്ച് എത്ര കാലം നമ്മൾ മുന്നോട്ട് പോകും? ഖുർആൻ പറയുന്നുണ്ട്, ഹത്താ സുർത്തുമുൽ മഖാബിർ, ഹത്താ സുർത്തുമുൽ മഖാബിർ. ഖബർ വരെ നമ്മൾ പോകും. അവിടുന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് ചാൻസ് ഇല്ലല്ലോ. ഖബർ വരെ ഈ കിബറും കൊണ്ട് നമ്മൾ പോകും. പിന്നെ എല്ലാത്തിന്റെയും ബുദ്ധിമുട്ടുകൾ, എല്ലാത്തിന്റെയും തിന്മകളുടെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കും. നമ്മൾ മാത്രം. ആരും കാണാനുണ്ടാവില്ല, ആരും കേൾക്കാനുണ്ടാവില്ല. നമ്മൾ മുഖം കറുപ്പിക്കുന്നതോ അകൽച്ചയിലാണ് എന്നതോ ദേഷ്യപ്പെടിക്കുന്നതോ ഒന്നും കാണാത്ത ഒരു കാലത്തേക്ക് നമ്മൾ നീങ്ങേണ്ട സാഹചര്യമുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ വേണോ? നമ്മൾ നന്നാകണമെന്നതാണ്. മനസ്സിൽ പകയും വിദ്വേഷവും അകൽച്ചയും ഒന്നുമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളാനും നന്മകൾ കാണാനും നല്ല കണ്ണുകൊണ്ട് ആ കാര്യങ്ങൾ
മനസ്സിലാക്കാനുമൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടും സ്വഭാവ രീതിയുമൊക്കെ നമുക്കുണ്ടാവുക എന്നതാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ, വഅസ്ലിഹൂ ദാത ബൈനിക്കും, നിങ്ങൾ പരസ്പരം ആളുകൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കണേ, നന്നാകണേ എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കുടുംബരംഗത്ത് നമ്മൾക്കത് ബാധകമാണ്. സംഘടനാ രംഗത്തോ പ്രാസ്ഥാനിക രംഗത്തോ നമ്മൾ ഇടപെടുന്ന മേഖലകളിലൊക്കെ നമുക്കത് ബാധകമാണ്. ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നമുക്കത് ബാധകമാണ്. സമ്പത്തും അതുപോലെ തന്നെ ഇടപാടുകൾ നടത്തുന്നിടത്തൊക്കെ ഇത്തരം ബന്ധങ്ങളൊക്കെ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഇടങ്ങളാണ്. നമ്മൾ ദീനിന്റെ വഴികളിലേക്ക് വരിക എന്നത് പ്രധാനമാണ്. ഈ ശഅബാനിൽ നമ്മൾ അതിന് തയ്യാറായാൽ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം അബൂബക്കർ അൽ ബൽഖി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഷഹ്റു റജബിൻ ഷഹ്റു സർഅ് എന്നാണ്. റജബ് മാസമായാൽ നിങ്ങൾക്ക് കൃഷി ഇറക്കാനുള്ള സന്ദർഭമാണ് എന്ന്. എന്തിന്റെ കൃഷിയാണ്? നന്മയുടെ കൃഷിയാണ്. നല്ല കർമ്മങ്ങളുടെ കൃഷിയാണ്. അതിന്റെ മാസമാണ്. ഷഅബാൻ ആവുമ്പോ നിങ്ങളുടെ കൃഷിക്ക് വെള്ളം നനച്ചു കൊടുക്കേണ്ട സന്ദർഭമാണ്. ആ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ പരിപോഷിപ്പിച്ച് കൊണ്ടുപോകേണ്ട സന്ദർഭമാണ്. ഷഹ്റു റമളാൻ എന്ന് പറഞ്ഞാൽ എന്തിന്റെ മാസമാണ്? ഷഹ്റു ഹസാദി സറഇ, നിങ്ങളുടെ കൃഷിയുടെ വിളവെടുപ്പെടുക്കുന്ന കൊയ്ത്തിന്റെ സമയമാണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നോക്കൂ, സർക്കാർ നമുക്ക് മുമ്പിൽ ഒരു ബജറ്റ് അവതരിപ്പിച്ച സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത്. ഇനിയുള്ള കയ്യിലെത്ര പണമുണ്ട്, കയ്യിലെത്ര സമയമുണ്ട്, വരും വർഷത്തേക്കുള്ള പ്ലാനുകൾ അവതരിപ്പിക്കുകയാണ്. ഒരു സർക്കാർ ഒരു നാടെങ്ങനെ മുന്നോട്ട് പോകണമെന്ന പ്ലാൻ തയ്യാറാക്കുകയാണ്. നമ്മളും പ്ലാൻ തയ്യാറാക്കേണ്ട സന്ദർഭത്തിലാണുള്ളത്. എത്ര കാലം നമ്മുടെ സമയം ആയുസ് കിട്ടുമെന്നറിയില്ല. എന്നാലും വരും ദിവസങ്ങളിലേക്കുള്ള പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കുക. എത്ര സമയം ഖുർആൻ പാരായണം ചെയ്യണം, എത്ര സമയം ദിക്റുകൾ ചൊല്ലാൻ സമയം കണ്ടെത്തണം, എത്ര നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും. നന്മകൾ തന്നെ നോക്കൂ, നമുക്ക് മാത്രം ഗുണം കിട്ടുന്ന നന്മകളുണ്ട്. എന്നാൽ നമ്മൾ ചില നന്മകളുണ്ട് നമുക്കും ഗുണം കിട്ടും, മറ്റുള്ളവർക്കും അതുകൊണ്ട് ഗുണം കിട്ടും. സദഖത്തുൻ ജാരിയകളുണ്ട്, നമ്മൾക്കും ഗുണം കിട്ടും, ബാക്കിയുള്ളവർക്കും ഗുണം കിട്ടും. നശിക്കാത്ത കർമ്മങ്ങളായി നമുക്കത് വലിയ പ്രതിഫലം കിട്ടും. അത്തരം നന്മകളുണ്ട്. ഒരാളൊരു പള്ളി എടുത്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി സംഭാവനകൾ നൽകുന്നു, നമുക്കതിൽ പുണ്യമുണ്ട്. പക്ഷേ ഒരു പള്ളി ഉണ്ടായാൽ അതൊരുപാട് ആളുകൾക്ക് സൗകര്യമാണ്, ഗുണമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ധാരാളമായി ചെയ്യുക എന്നതാണ്. ദിക്റുകൾ, നമ്മുടെ നാവുകൾ ദിക്റുകൾ കൊണ്ട് നനയുന്നുണ്ടോ? എത്രയോ ദിക്റുകൾ നമുക്ക് ചൊല്ലാൻ സമയമുണ്ട്. യാത്രയിൽ അങ്ങനെ അന്തപ്പെട്ടിരുന്ന് പോകുന്ന സമയത്ത് നമുക്ക് ദിക്റുകൾ ചൊല്ലാം. ചില വൈകുന്നേരങ്ങളിലോ രാവിലെയോ ഒക്കെ ഒഴിഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ ദിക്റുകൾ ചൊല്ലാം. നമസ്കാര ശേഷം നമുക്ക് ദിക്റുകൾ ചൊല്ലാം. പക്ഷെ എത്ര പേർ സമയം കണ്ടെത്തുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മുടെ ഖുർആൻ പഠനം, അതുപോലെ തന്നെ ഖുർആൻ പാരായണം, അമൽ സാലിഹാത്തുകൾ, നമ്മുടെ സ്വഭാവം, ഇതൊക്കെ വർദ്ധിപ്പിക്കാനും നന്നാക്കാനും ഒക്കെയുള്ള സന്ദർഭം കൂടിയാണ് ശഅബാൻ എന്ന് പറയുന്നത്. കുടുംബങ്ങളെ സന്ദർശിക്കണം, രോഗം ബാധിച്ചവരെ സഹായിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ എത്രയെത്ര നന്മകളാണ് നമ്മെ പാകപ്പെടുത്താൻ നമുക്ക് മുമ്പിൽ കാത്തിരിക്കുന്നത്. പക്ഷേ ഈ അവസരങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ്. ഈ ശഅബാൻ നമ്മൾ അങ്ങനെ പാകപ്പെടുത്തിയാൽ റമളാൻ നമുക്ക് ഏറ്റവും മനോഹരമായ രൂപത്തിൽ നമുക്ക് അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ പറ്റും. ധാരാളം പ്രതിഫലം കിട്ടുന്ന രൂപത്തിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ പ്രാപ്തമാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ശഅബാൻ വിട പറയുന്നതിന് മുമ്പേ റമളാനിലേക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തുകയും നമ്മുടെ പോരായ്മകൾ പരിഹരിച്ച് നമ്മൾ റമളാനിന് വേണ്ടിയിട്ട് സജ്ജമാവുകയും ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. പ്രവാചകന്മാരുടെ ഒരുപാട് ഗുണങ്ങൾ ഖുർആൻ എടുത്തു പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് എന്ന്. നമ്മൾ പലപ്പോഴും പരാതി പറയും, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പരാതി പറയും. എന്തുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത്? അതുപോലെ തന്നെ നമ്മൾ പരിഭവപ്പെടും, നമ്മുടെ പല പ്രയാസങ്ങളിലും അള്ളാഹു എന്നെ സഹായിക്കുന്നില്ല എന്ന് ചില ആളുകൾക്ക് പരിഭവങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ്
പ്രവാചകന്മാരുടെ പ്രയാസങ്ങളിൽ അള്ളാഹുവിന്റെ സഹായമുണ്ടായത് എന്ന് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ പല പരീക്ഷണങ്ങളിലൂടെയും കടന്നുപോകും. ആ പരീക്ഷണങ്ങൾ പലപ്പോഴും നമ്മൾ പറയും നേരിടാൻ സാധിക്കുന്നില്ല, എങ്ങനെ ഞാൻ അതിനെ മറികടക്കും, വലിയ പ്രതിസന്ധിയിലാണ്, വിഷമത്തിലാണ് എന്ന് പറഞ്ഞ് നിരാശ കൊണ്ടിരിക്കും. പ്രവാചകന്മാർ പല പരീക്ഷണങ്ങളെയും നേരിട്ടവരാണ്. ആ പരീക്ഷണങ്ങളെയൊക്കെ അതിജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ സഹായമുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർക്കതിന് സാധിച്ചത് എന്ന് സൂറത്തുൽ അംബിയായിലെ ഒരുപാട് പ്രവാചകന്മാരുടെ ഉദാഹരണങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒന്നതാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അവർ നന്മകളിൽ മത്സരിക്കുന്നവരായിരുന്നു എന്നാണ്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഫൈദ ഫറഗത ഫൻസബ്, ഒന്ന് കഴിഞ്ഞ് ഈ 2 മാസം റെസ്റ്റ്, അങ്ങനല്ല, ഒന്ന് കഴിഞ്ഞാൽ അടുത്ത നന്മകളിലേക്ക് അവരെങ്ങനെ മത്സരിച്ച് ഓരോ കർമ്മങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. അവർ മത്സരിക്കുകയായിരുന്നു നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റൊന്ന്, രണ്ടാമത് പറയുന്നത് വയദ്ഊനനാ റഗബൻ വറഹബാ. അവർ വളരെ ഇഖ്ലാസോടെ ആത്മാർത്ഥമായി അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ഭക്തിയോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരായിരുന്നു എന്നാണ്. നമ്മൾ കുറച്ചൊക്കെ പ്രാർത്ഥിച്ച് ബാക്കി പിന്നെ നമ്മൾ പടച്ചോനിപ്പിന്റെ അവസ്ഥക്ക് അറിയാലോ എന്ന് പറഞ്ഞ് വിട്ടുപോവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുആ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അവർക്ക് അല്ലാഹുവിൽ നല്ല ഭക്തി, നല്ല തഖ്വയുണ്ടായിരുന്നു എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നന്മകൾ ചെയ്യുകയും നന്നായി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഭക്തിയോടുകൂടി ജീവിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ദുആക്കുള്ള ഉത്തരം നൽകാനുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. നമ്മുടെ പ്രയാസങ്ങളിൽ അല്ലാഹുവിന്റെ സഹായം കിട്ടാനുള്ള വഴി എന്ന് പറയുന്നത്, നമുക്കുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ വിജയിക്കാനുള്ള വഴി എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ശഅബാനിനെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ശഅബാൻ മാസത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഇസ്ലാമികമായി പ്രമാണങ്ങൾ പരിചയപ്പെടുത്താത്ത പലതും നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും അവിടുത്തെ റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ ഉറപ്പാക്കിയതിനു ശേഷം അമലുകൾ ചെയ്യാന്നുള്ളതാണ്. എത്രയോ സഹോദരങ്ങളുണ്ട് വലിയ പുണ്യം കിട്ടുമെന്ന് കരുതി പണം ചെലവഴിക്കുന്നു. പക്ഷെ അതൊക്കെ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരിക്കും. ചിലപ്പോ ഒരുപാട് സമയവും അധ്വാനവും ത്യാഗവും ചെയ്യും. അതൊക്കെ എടുക്കണത് ചിലപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ച സുന്നത്താവൂല. അങ്ങനെ അമലുകൾ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അമലുകൾ ഉറപ്പാക്കുക, സുന്നത്താണെന്ന് ഉറപ്പാക്കുക, റസൂലിനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക, ഖുർആനിന്റെ പിൻബലുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കുക എന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ഖുർആൻ അവതരിച്ചത് ഏത് ദിവസമാണ്? ലൈലത്തുൽ ഖദറിൽ ആണ് എന്ന് ഖുർആൻ തന്നെ നമുക്ക് ഒരു സംശയമില്ലാത്ത രൂപത്തിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ ഖദറിൽ അത് നമുക്ക് പഠിപ്പിച്ചു ലൈലത്തുൽ ഖദർ എന്നതിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ലൈലത്തുൽ ഖദറിനെ പറ്റി സൂറത്തു ദുഹാനിലെ ആദ്യ ഭാഗത്ത് ലൈലത്തുൽ മുബാറക എന്ന് പറയുന്നുണ്ട്. അനുഗ്രഹീതമായ ഒരു രാത്രി എന്ന് പറയുന്നുണ്ട്. ആ രാത്രി ഏതാണ്? ലൈലത്തുൽ ഖദർ തന്നെയാണ് എന്നാണ് മുഫസ്സിറുകളൊക്കെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ശഅബാൻ മാസത്തിൽ 15-നാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് ചില ഖൗലുകളുണ്ട്. പക്ഷേ അതിനൊന്നും പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹീഹായി റിപ്പോർട്ട് ചെയ്ത റിവായത്തുകളൊന്നും നമുക്കത് കാണാൻ കഴിയില്ല. ഇമാം ഇബ്നു കസീറിനെ പോലെയുള്ള, ഇമാം തൊബരിയെ പോലെയുള്ള, ഇമാം ഖുർത്തുബിയെ പോലെയുള്ള വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ശഅബാൻ 15-ന് പ്രത്യേകമായ എന്തെങ്കിലും കർമ്മങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളത് ചെയ്യേണ്ടതാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങളത് ചെയ്തോളൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കത് ചെയ്യാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ഖുലഫാഉർ റാഷിദുകളോ സഹാബത്തോ ഒക്കെ അത് ചെയ്തിരുന്നെങ്കിൽ നമ്മളത് ചെയ്യേണ്ടതാണ്. ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്, പ്രബലമായ സുന്നത്താണ്. ആ നിലക്കൊന്നും പഠിപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ ശഅബാൻ 15-ന്റെ പേരിൽ പലതും നടക്കുന്നുണ്ട്. ഖുർആൻ ഇറക്കപ്പെട്ട രാവാണ് എന്ന നിലക്ക് ബറാഅത്ത് രാവ് എന്ന പേരിലൊക്കെ അതിന് ചില ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. പക്ഷെ അതിനൊന്നും പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അന്ന് പ്രത്യേകം നോമ്പെടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ ചില ആളുകൾ പറയും നമ്മുടെ ജീവിതം, ഹയാത്ത്, നമ്മുടെ റിസ്ക്, നമ്മുടെ മൗത്ത് ഒക്കെ നിർണയിക്കുന്നത് ശഅബാൻ 15-നാണ് എന്നൊക്കെ തെറ്റായി മനസ്സിലാക്കിയവരുണ്ട്. അതൊക്കെ ഖദറിന്റെ രാവുകളിലാണ് എന്ന് പ്രത്യേകം തന്നെ നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. അന്നേ ദിവസം പ്രത്യേകമായ ഖബർ സിയാറത്തുകൾ, ജാറങ്ങളിലും മഖബറയിലേക്കും ഒക്കെയുള്ള സിയാറത്തുകളൊക്കെ സംഘടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തെറ്റായ കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അന്നേ ദിവസം ഒരു പ്രത്യേക നമസ്കാരമോ പ്രത്യേക ഒരു ഭക്ഷണമോ പുണ്യം പ്രതീക്ഷിച്ച് നമ്മൾ പുതിയതായി ചെയ്യേണ്ടതില്ല. മഗ്‌രിബിന് ശേഷം ചില ആളുകൾ 3 തവണ യാസീൻ ഓതും, അതിനിടയിൽ ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന നിബന്ധന വെക്കും. അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകമായ പ്രാർത്ഥന
പ്രാർത്ഥനകൾ, പ്രത്യേകമായ ദിക്റുകളൊന്നും ഈ ശഅബാൻ 15 പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. സാധാരണ ചെയ്യുന്ന എല്ലാ നല്ല അമലുകളും നമുക്ക് അന്നേ ദിവസങ്ങളിലും ചെയ്യാമെന്ന് മാത്രം. ചില ആളുകൾ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ഖുർആൻ ഓതുന്ന ഒരാൾക്ക് അന്നേ ദിവസവും ഖുർആൻ ഓതാമെന്നല്ലാതെ പ്രത്യേകമായ ചില കാര്യങ്ങളൊന്നും അന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ അമലുകൾ ചെയ്യുമ്പോൾ ശഅബാൻ പ്രത്യേകിച്ചും നമ്മുടെ അമലുകളൊക്കെ ഉയർത്തപ്പെടുന്ന ഒരു മാസമെന്ന നിലയ്ക്ക് ഏറെ പുണ്യമുള്ള സുന്നത്താക്കപ്പെട്ട അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറപ്പുവരുത്തുക. അള്ളാഹുവിനോട് നന്നായിട്ട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. റമദാനിലേക്ക് ആയുസ്സും ആരോഗ്യവും കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നിന്റെ മഹത്തായ ഫള് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, പരിശുദ്ധ റമദാനിലേക്ക് ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. റമദാനിന്റെ മുഴുവൻ പുണ്യവും സ്വായത്തമാക്കാൻ സാധിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങൾ കൊണ്ട്, മാറാരോഗങ്ങൾ കൊണ്ട്, കഠിനമായ പരീക്ഷണങ്ങൾ കൊണ്ടൊക്കെ വിഷമിക്കുന്ന ആളുകളുണ്ട് അല്ലാഹുവേ. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. രോഗം നീ ശിഫിയാക്കി കൊടുക്കണ റഹ്മാനെ. വീടുകളിലും ആശുപത്രികളിലും പ്രായത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട്, ആരോഗ്യപരമായ അവശതകൾ കൊണ്ട്, രോഗം കൊണ്ടൊക്കെ വിഷമിക്കുന്ന പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് അല്ലാഹുവേ. അവരുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണ റഹ്മാനെ. രോഗങ്ങളെ ശിഫിയാക്കി കൊടുക്കണേ റഹ്മാനെ. മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ സ്വർഗീയ ആരാമങ്ങളിൽ അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളോട് ഒന്നിച്ച് നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, ആരോഗ്യപരമായി വിഷമിക്കുന്നവരുണ്ട് അല്ലാഹുവേ. എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണ റഹ്മാനെ. അവരുടെ വിഷമങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. മനസ്സിന് നീ സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ യാത്രകളിലും അല്ലാഹുവേ ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ. اللهم ادخلنا الجنة مع الأبرار. اللهم ارحم لنا يا أرحم الراحمين. اللهم ارزق لنا يا خير الرازقين. اللهم اغفر لنا يا غافر المذنبين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.